സഞ്ജു തിരിച്ചു വന്നപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ, ഇന്ത്യയുടെ കോച്ച്, ഇന്ത്യയുടെ മറ്റു പ്ലേയേഴ്സ് എങ്ങനെയാണ് സഞ്ജുവിനെ അപ്രീഷിയേറ്റ് ചെയ്തത്, അവരെങ്ങനെയാണ് സഞ്ജുവിൻ്റെ വിജയം തങ്ങളുടെയും കൂടെ വിജയമായിട്ട് ഉൾക്കണ്ട് ആഘോഷിച്ചതെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും സഞ്ജുവിൻ്റെ ചില വെട്ടുകളി ഫാൻസ് പ്രത്യേകിച്ച് എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, കോച്ച് ഗൗതം ഗംഭീർ ഏറ്റവും കൂടുതൽ സഞ്ജുവിനെ ഇപ്പോൾ ഇത്രയും ഇന്ത്യ മൊത്തം ഉള്ള ആരാധകർ, ഇന്ത്യ മൊത്തം ഉള്ള ആൾക്കാർ കൈയടിക്കുന്ന രീതിയിൽ സഞ്ജു എത്ര ഉയരത്തിൽ വന്ന് നിൽക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ അടിസ്ഥാന കാരണക്കാരെന്ന് പറയുന്നത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കോച്ച് ഗൗതം ഗംഭീറും തന്നെയാണ്. അത് മറന്നിട്ട് കുറേ ഇവരുടെ വെട്ടുകളി ഫാൻസ് ചെന്നിട്ട് സൂര്യകുമാർ യാദവിനെ തെറിവിളിക്കുക, ഗൗതം ഗംഭീറിനെ തെറിവിളിക്കുക, അവർ സഞ്ജുവിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, അവർ തഴയുന്നു, അവിടെ പൊളിറ്റിക്സ് ആണെന്നൊക്കെ പറയുന്നവരോടുള്ള തീർച്ചയായിട്ടും എനിക്ക് അമർഷം ഉണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞത്. അതിപ്പോഴും ഉണ്ട്. സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറിനുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫാൻസ് നന്ദി പറയേണ്ടത്. കാരണം ഈ ഒരു അവസരം ഓപ്പണിംഗ് പൊസിഷൻ സഞ്ജു സാംസണ് കൊടുത്തതും പിന്നീട് ഇങ്ങോട്ട് പല നാൾ വഴികളിൽ പല പരാജയങ്ങളും സഞ്ജു സാംസൺ ഉണ്ടായപ്പോഴും ടീമിൻ്റെ സപ്പോർട്ട്, ഈ കോച്ചിൻ്റെ സപ്പോർട്ട്, ക്യാപ്റ്റൻ്റെ സപ്പോർട്ട്, കൂടെ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ സപ്പോർട്ട് എല്ലാം സഞ്ജു സാംസൺ ഉണ്ട്. അവരെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് സഞ്ജു സാംസൺ 50 അടിക്കുമ്പോഴും പിന്നീട് മാച്ച് വിൻ ചെയ്യുമ്പോഴും ഡഗൗട്ടിലേക്ക് ഒന്ന് നോക്കുക, ഓരോരുത്തരുടെയും മുഖം നോക്കുക. ഹർദിക് പാണ്ഡ്യ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ഗൗതം ഗംഭീർ എന്ന് വേണ്ട ശിവൻ ദുബെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഹാപ്പിയാണ് സഞ്ജു സാംസന്റെ വിജയത്തിൽ. ആ ടീം അങ്ങനെയാണ് ജെല്ലായി വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ടീമിൻ്റെ കൾച്ചർ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചാലും, അഭിഷേക് ശർമ്മ സെഞ്ചുറി അടിച്ചാലും, തിലക് വർമ്മ സെഞ്ചുറി അടിച്ചാലും മറ്റെല്ലാ ആൾക്കാരും അതിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസിക നില ഇന്ത്യയുടെ പ്ലേയേഴ്സിനുണ്ട്. ആ ഒരു പ്രൊഫഷണലിസം ഇന്ത്യയുടെ പ്ലേയേഴ്സിനുണ്ട്. അത് മനസ്സിലാക്കാതെ സഞ്ജു സാംസൺ കളിക്കാത്തതുകൊണ്ട്, സഞ്ജു സാംസൺ ടീമിലില്ലാത്തതുകൊണ്ട് ഇന്ത്യ പരാജയപ്പെടണം, മറ്റ് പ്ലേയേഴ്സ് കളിക്കാൻ പാടില്ല, മറ്റ് പ്ലേയേഴ്സിനെ ചവിട്ടി താഴ്ത്തുക, അഭിഷേക് ശർമ്മയെ ചവിട്ടി താഴ്ത്തുക, തിലക് വർമ്മയെ ചവിട്ടി താഴ്ത്തുക, ഏത് വിധേനയും സഞ്ജു സാംസൺ കളിക്കുക എന്നുള്ള മാത്രം ഒരു മോട്ടീവായിട്ട് നടക്കുന്ന ആൾക്കാരെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്.